എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുക അനന്തപുരിയാണ് കേട്ടോ. അപ്പോൾ ദേവേനി ഇവിടെ ഇരിപ്പുണ്ട്. ആ സമയത്തേക്കാണ് അവിടേക്ക് അനാമിക വരുന്നത് കേട്ടോ. അപ്പോൾ ദേവേനി കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആ മോള് വന്നു, ഇനിയിപ്പം നയന വന്നത് അറിയുകയാണെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും അനാമിക വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി ചോദിക്കുന്നുണ്ട്, ആ മോള് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും ഇവിടെയുള്ള രണ്ടുപേർ പോയല്ലോ, അതിൻ്റെ സന്തോഷത്തിൽ തന്നെ ഞാൻ തിരിച്ച് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി ഇങ്ങനെ ടെൻഷനും ആവുന്നുണ്ട്, ഇനിയിപ്പോൾ മോൾ അറിയുമ്പോൾ എന്താവോ എന്തോ എന്നുള്ളതിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, വല്യമ്മ എന്താ വിചാരിക്കുന്നത്, ഇനിയിപ്പം അവരെ പോയി നയനെ പോയി വിളിച്ചുകൊണ്ട് വരാനാണോ, അവളെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഡിമാൻഡ് ഇട്ട് നിൽക്കുന്നത്, ഒരു കാരണവശാലും വല്യമ്മ പോയി വിളിച്ചുകൊണ്ട് വരരുത്, അത് അവൾക്ക് കൂടുതൽ ഇങ്ങനെ ഡിമാൻഡ് ആവേ ഉള്ളൂ, ഇനി വല്യമ്മ അവരെ ഒന്നും മുമ്പിൽ താഴേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അത് തന്നെ എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ ഒന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങനെ പറയുകയാണ്, മോളെന്താ ഇങ്ങനെ 7 മാസത്തെ ചടങ്ങിനൊക്കെ ഇങ്ങനെ വരാത്തതെന്നൊക്കെ അനാമികയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാനെന്തിനാ വരുന്നത്, അല്ലെങ്കിൽ തന്നെ നവി എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതിൻ്റെ കൂടെ പിന്നെ അപ്പച്ചിക്കും അതുപോലെ തന്നെ അഭിയേട്ടനൊന്നും അവിടെ ഇഷ്ടമല്ലല്ലോ, പിന്നെ ഇപ്പം ഞാൻ വന്നിട്ട് എന്തിനാ, അത് പിന്നെ അവൾ വല്ലതും പറയുമ്പോൾ എനിക്ക് പിന്നെ മിണ്ടാതിരിക്കാനും പറ്റില്ല, ഞാൻ വല്ല പറയുകയും ചെയ്യും, പിന്നെ അത് വലിയ പ്രശ്നമാവുകയും ചെയ്യും, അതൊന്നും ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാൻ വന്നില്ലെങ്കിലും നന്ദു അവൾ വന്നല്ലോ, ചിക്കൻ ബോക്സ് കുറയുന്ന മുമ്പ് തന്നെ അവിടെ എത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയണം, നന്ദുമോള് വന്നായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ദേവേനി ഓർമ്മിക്കാതെ തന്നെ. അപ്പോൾ പറയണു, നന്ദുമോളോ, വല്യമ്മ എന്താ പറഞ്ഞ്, ഇപ്പം മോളോ, ഇപ്പം എങ്ങനെ മോളായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ അവരെ സ്നേഹിച്ചൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മോളെ, അത് ഞാൻ അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉണ്ട്. അത് അവൾ വന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നന്ദമോൾക്ക് അനാമികയ്ക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അവൾ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഞാൻ എത്രയോ തവണ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഇവിടെ വന്ന് വിളിക്കാൻ വന്നിട്ടുണ്ടോ, അവർക്ക് എല്ലാവർക്കും അവൾ ഭയങ്കര ഡിസൈനറായെന്നും പറഞ്ഞുകൊണ്ട് അവളെ എല്ലാവരും എടുത്ത് ഭയങ്കര ഇതിൽ നടക്കുകയില്ലേ, അതുകൊണ്ട് അവൾ കുറച്ച് ഡിമാൻഡൊക്കെ ഇടുന്നതാണെന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കാരണവശാലും അപ്പച്ചി പോവരുത്, വല്യമ്മ പോവരുത് വിളിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യുക. അടുത്തായിട്ട് അനാമിക നേരെ വരുന്നത് അനിയുടെ റൂമിലേക്കാണ്. അനാമിക കാണുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, എന്തായാലും ഇവിടുന്ന് 2 പടിയിറങ്ങിപ്പോയല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി മനസ്സ് വിചാരിക്കുന്നുണ്ട്, അപ്പോൾ നയനേട്ടത്തി വന്ന എന്തായാലും അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ഞാനായിട്ട് പറയാനും പോണ്ട എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനാമിക പറയാണ്, ഞാനിവിടെ നിന്ന് പോയതിൻ്റെ ആശ്വാസത്തിലായിരുന്നല്ലോ നീ, ഇപ്പോൾ നീ ആലോചിക്കുന്നത് ഞാൻ ഈ ശല്യം വന്നല്ലോ എന്നാലോചിച്ചാണോ നീ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അനി ചോദിക്കും, നിനക്കെങ്കിൽ പിന്നെ അറിയാമല്ലോ, എങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഞാൻ എന്താണ് വന്നതെന്നുള്ള കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത്, സത്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയാണ് പ്രതികൾ, അവരാണ് എന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തള്ളി ഇങ്ങനെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നത്, എൻ്റെ വീട്ടിൽ നല്ലതാണ്, ഇവിടെ ഇതിനെക്കാട്ടി നല്ല സുലഭമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നൊക്കെയല്ലേ നീ പറയുന്നത്, എങ്കിൽ പിന്നെ നിനക്ക് അവിടെ തന്നെ നിന്നോടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അനിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അനാമിക, അതൊക്കെ ശരി തന്നെയാണ്, അവിടെ ഒരു ബുദ്ധിമുട്ടില്ല, പക്ഷേ എന്നിരുന്നാലും അവിടെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുമല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട്, അപ്പോൾ അവരെ നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ നാട്ടുകാരെ നോക്കി നിന്നിട്ടൊന്നുമല്ല ജീവിക്കുന്നത്, ഇനിയിപ്പം നീ വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് നാട്ടുകാരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവും ഇല്ല, ഇനി 2 മനസ്സുകൾ തമ്മിൽ ചേരാതെ പോയിട്ട് പിന്നെ ഒരു വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. ഒക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്തായാലും ഒരു വഴക്കിനുള്ള തുടക്കമാണെങ്കിൽ അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയെ കാണുകയാണ്. അങ്ങനെ നയനെ അനാമിക കാണുമ്പോഴത്തേക്കും അനാമിക ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഇവളെപ്പോൾ ഇവിടെ വന്നു എന്നുള്ള രീതിയിൽ. എന്നിട്ട് നയനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്, നീ എപ്പോൾ വന്നു എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ പറയാണ്, അപ്പോൾ ഞാൻ വന്നത് നീ അറിഞ്ഞില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയും.
നയന എന്നെ പറയാണ്, ആ ഞാൻ വീണ്ടും വന്നു, അതുപോലെ തന്നെ എന്നെ അമ്മായിയമ്മ തന്നെ വന്ന് വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, എന്നിട്ട് അവരെന്നോട് പറഞ്ഞില്ലല്ലോ ഇത് അവർക്ക് എന്തിൻ്റെ സുഖേടാ എന്നൊക്കെ ഇങ്ങനെ അനാമിക മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നന ചോദിക്കുകയാണ്, നീ എന്താടി ആലോചിച്ച് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ ആലോചിച്ച് നിൽക്കുന്നതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പറയണത്, നീ ഇവിടുന്ന് വലിയ കാര്യത്തിൽ ഇവിടുന്ന് ചേച്ചിയോടൊപ്പം പോയതാണല്ലോ, പിന്നെ എന്താ മടങ്ങി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്കത് മനസ്സുണ്ടായിട്ടാണ് ഞാൻ മടങ്ങി വന്നത്, അതിന് നിനക്കെന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നയനയും നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും നിൻ്റെ വീട്ടിൽ പിണങ്ങി പോവാറുണ്ടല്ലോ, എന്നിട്ട് നീ വരുന്നതോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അനാമിക പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മടങ്ങി വന്നതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പറയാം, നീയൊക്കെ കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട, നീയും നിൻ്റെ ഭർത്താവും കൂടെ ചേർന്നിട്ടല്ലേ ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കുന്നത്, കൂടുതൽ ഡിമാൻഡ് ഇടാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ നയനോട് പറയുകയാണ്. ഡിമാൻഡ് കൂട്ടുമ്പോൾ ആദർശേട്ടനെ ഇങ്ങനെ പറയുമല്ലോ അവളില്ലാതെ പറ്റില്ല എന്നൊക്കെ, അപ്പോഴേ ഇവിടെ ഉള്ളവർ വന്ന് വിളിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ഡിമാൻഡൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, അതാണ് ആണുങ്ങളെ പെണ്ണുങ്ങളെ സ്നേഹിച്ചാലുള്ള ഗുണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്കും ഉണ്ടല്ലോ ഭർത്താവ്, അവന് സ്നേഹിക്കട്ടെ, അപ്പോഴും നിന്നെയും വന്ന് ഇങ്ങനെ പിണങ്ങി പോകുമ്പോൾ വന്ന് വിളിച്ചുകൊണ്ട് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അതിന് നിൻ്റെ അനിയത്തി സമ്മതിക്കില്ലല്ലോ, നിങ്ങൾ എല്ലാവരും കൂടെ അവളെ അഴിച്ചു വിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അനി നല്ലൊരു പയ്യനാണ്, അവനെ കുറച്ച് സ്നേഹം കൊടുത്താൽ അതിൻ്റെ ഇരട്ടിയായിട്ട് അവൻ തിരിച്ചു തരും, ആദ്യം നീ അത് പോയി ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയന ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് ജലജയും ജാനകിയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ ഏട്ടത്തി ഇപ്പോൾ പോയി അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതേപോലെ തന്നെ അനിക്ക് 2-3 ബ്രാഞ്ചുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ഭാര്യ ഇങ്ങനെ പോയതിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, പോയി വിളിച്ചുകൊണ്ട് വരണമെന്നോ എന്തെങ്കിലും പറയുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല, പക്ഷേ അവൾ ഇവിടുന്ന് നയന പോയപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഉറക്കവും ഇല്ല, ഊണും ഇല്ല, ഒന്നുമില്ല, ഇപ്പോൾ അവളില്ലാതെ ഒന്നിനും പറ്റില്ല എന്നുള്ള അവസ്ഥയെ. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ കമ്പനിയും അതുപോലെ തന്നെ ഈ വീടും പിടിച്ചടക്കും. ഇവിടുത്തെ അച്ഛൻ്റെ കാലശേഷം അവരുടെ കീഴിലായിരിക്കും നമ്മളൊക്കെ കഴിയേണ്ടി വരിക, അവർ രണ്ടുപേരും കൂടെ ആയിരിക്കും ഇവിടെ ഭരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയത്തേക്ക് അവിടേക്ക് അനാമിക വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ജാനകി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അനാമികയെ കണ്ടതുകൊണ്ട്. അങ്ങനെ അവരുടെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി ചോദിക്കുകയാണ്, മോള് വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, ഞാൻ വന്നതിരിക്കട്ടെ, ഇവിടെ ഒരാൾ കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അപ്പോഴത്തേക്കും ദാ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുകയാണ് അനാമിക. അവൾ മടങ്ങി വന്നു മോളെ, പിന്നെ അതുപോലെ തന്നെ ഏട്ടത്തിയെ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അറിഞ്ഞു കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, വല്യമ്മയോടുള്ള ദേഷ്യം കാരണമല്ലേ നയനയെ ഇങ്ങോട്ട് വിടാതെ അവിടെ തന്നെ പിടിച്ച് നിർത്തിയിരുന്നത്, എന്നിട്ട് വല്യമ്മ തന്നെ ചെന്നപ്പോൾ ഇങ്ങോട്ട് വിടുകയും ചെയ്തു, ഇതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതിൽ എന്തൊക്കെയോ ഇവിടെ ചുറ്റിക്കളികളുണ്ട് മോളെ, നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട്. എങ്കിലും ജാനകി പറയുന്നുണ്ട്, മോളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി പിണങ്ങി നിന്നാൽ ശരിയാവത്തില്ല, കാരണം നയന ഇവിടെ കമ്പനിയും വീടൊക്കെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ മോളും കൂടെ അങ്ങനെ പോയി നിന്നാൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ അവളുമാർ ഇവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്, അപ്പോഴത്തേക്കും എന്താ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പിന്നെയും അനാമിക ഇങ്ങനെ പറയണം കേട്ടോ. മുമ്പും അതുപോലെ തന്നെ ഒരു ദിവസം ഇതേപോലെ അവളെ വീട്ടിൽ പോയി പിണങ്ങി നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്, അപ്പോഴും അവളെയും കൂട്ടിക്കൊണ്ട് വല്യമ്മ പിന്നെയും വരികയും ചെയ്തു, ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെയാണ് ഇങ്ങനെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, ഇവിടെ ആദർശിന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അവളില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയാവുമ്പോഴത്തേക്കും പിന്നെ ഏട്ടത്തേക്ക് എന്തായാലും കീഴടങ്ങിയല്ലേ പറ്റുള്ളൂ, അങ്ങനെയാണ് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കും അനാമിക പറയുന്നുണ്ട്, ഞാനിങ്ങനെ വീട്ടിലോട്ട് പോയപ്പോൾ ആരും ഇങ്ങനെ എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയാം, ഇടയ്ക്ക് ഇവിടെ പറഞ്ഞു മോളെയും വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, എവിടെ ആര് പറഞ്ഞു, ആര് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സത്യം മറച്ചു വെച്ചിട്ട് ഒരു കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, മിക്കവാറും ഏട്ടത്തിയും നയനയും കൂടെ ഒന്നാവുകയും ചെയ്യും, നമ്മൾ ഇവിടെ അധികം പറ്റാവുകയും ചെയ്യും, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നാൽ നമുക്ക് എന്നെ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയ്ക്ക് നല്ല ടെൻഷൻ ആവുകയാണ് ചെയ്യുക.
അടുത്തായിട്ട് ദേവേനി ഇങ്ങനെ ടിഫിൻ കരിയറൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശും നയനയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, ഫുഡൊക്കെ റെഡിയാക്കി ഇഷ്ടപ്പെട്ട കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിനക്ക് എന്നിങ്ങനെ നയനെ നോക്കി പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ ഇനിയിപ്പോൾ നിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയാലോ, എങ്കിൽ എൻ്റെ മോൻ്റെ ഉറക്കമല്ലേ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. നീ കാരണം എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെടേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയനെ നോക്കി. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, എന്തായാലും ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേൻ്റെ അടുത്ത് അവിടെ പോയി വിളിച്ചുകൊണ്ട് വരാനൊന്നും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞില്ലെങ്കിൽ എന്താ, ഇവിടെ മൊത്തത്തിൽ ചർച്ചാ വിഷയമായിരുന്നില്ലേ, എല്ലാവരെയും പ്രശ്നം എവളായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ഞാൻ പോയി വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും പോയി വിളിക്കുക, വയസ്സാം കാലത്ത് ഇനി അവരെയും കൂടെ നാണം കിടത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നയനിങ്ങനെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നയനയും അതുപോലെ തന്നെ ദേവേനി ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദർശ് പറഞ്ഞതിന് ശേഷം ദേവേനി പറയുന്നുണ്ട്, എന്തായാലും ചെല്ലി ഇനിയിപ്പോൾ താമസിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നയനെ തിരിഞ്ഞ് നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ദേവേനി ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഫുഡൊന്നും വേസ്റ്റ് ആക്കരുത്, മൊത്തം കഴിച്ചോണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്തായാലും ഒരിക്കലും കളയില്ല, ഞാനും കളയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് അങ്ങ് ഫ്രണ്ടിൽ നടക്കുമ്പോൾ ഇങ്ങനെ ദേവേനി ഇങ്ങനെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയനെ ഇങ്ങനെ ചിരിച്ച് നല്ല ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ആദർശ് നോക്കുമ്പോൾ നയനെ ഇങ്ങനെ തിരിഞ്ഞ് മിണ്ടാതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആദർശ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേവേനി നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്തായിട്ട് കാണിക്കുക അനാമികയാണ് കേട്ടോ. അനാമിക ഇങ്ങനെ ദേഷ്യം പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അപ്പോഴത്തേക്കും ദേവയാനി ഇത് കാണുന്നുണ്ട് കേട്ടോ, അനാമിക ഇങ്ങനെ ദേഷ്യമായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും മോള് വന്നത് അറിഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓടി അവളുടെ അടുത്തേക്ക് വരുന്നിട്ട് ചോദിക്കുന്നുണ്ട്. മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ പറയാണ്, ഞാനിങ്ങോട്ട് വന്നപ്പോൾ അവൾ മോളിലുണ്ടായിരുന്നല്ലേ, എന്നിട്ട് വല്യമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ മോൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അനാമിക, ഈ വല്യമ്മ ഈ കാണിക്കുന്നതൊക്കെ നാടകമാണ്, വല്യമ്മയുടെ മരുമകളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവേനി ഇങ്ങനെ ടെൻഷനാവുകയാണ്, അയ്യോ ഇവളെല്ലാം അറിഞ്ഞോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ദേവേനി പറയണം, അങ്ങനെയൊന്നും ഇല്ല മോളെ, ഇവിടുത്തെ അവസ്ഥ കൊണ്ടാണ് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നത്, ആദർശന് മാത്രമല്ല ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും അവളില്ലാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസ്ഥ അറിയുന്നതുകൊണ്ടാണ് വല്യമ്മ ഇങ്ങനെ എല്ലാവരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊരു വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പോൾ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കത് വിഷയം തന്നെയാണ്, അവിടെ ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്കും അവൾ അവിടെ നിൽക്കുന്നു ചിരിച്ചുകൊണ്ട്, അത് വിജയിച്ചു എന്ന മട്ടിൽ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയാണ്, വല്യമ്മ ഇല്ലെങ്കിലും ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല, പക്ഷേ അവളില്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ, അങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വല്യമ്മ സൂക്ഷിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം ഇനി ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനി ഇങ്ങനെ പോകുമ്പോൾ പിന്നെയും അനാമി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ചേച്ചിയാണെങ്കിൽ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും, പക്ഷേ എവളാണെങ്കിൽ ഒന്നും വല്യമ്മയുടെ മരുമകൾ എന്തായാലും ഒന്നും മുഖത്ത് നോക്കി പറയില്ല, അത് അവസരം വരുമ്പോൾ മാത്രമേ അവൾ പ്രയോഗിക്കുകയുള്ളൂ, അതാണ് വല്യമ്മയുടെ മോളെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും, എപ്പോഴും ഇങ്ങനെ വല്യമ്മയുടെ മരുമോളെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും ഞാൻ ആ സ്ഥാനമൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആര് പറഞ്ഞു അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല എന്ന്, അല്ലെങ്കിൽ പിന്നെ വല്യമ്മ ഇനി ഇപ്പോഴും നാണം കെട്ടുപോയി അവിടെ വിളിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ കാര്യങ്ങളൊക്കെ മോളോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊന്നും വലിയൊരു കാരണമൊന്നുമല്ല, ഇപ്പം അവൾ വലിയ ഡിസൈനറാണ്, അതുപോലെ തന്നെ ആദർശനോടൊപ്പം തന്നെ അവൾ എത്തിയിട്ടുണ്ട്, ഇനി അതൊക്കെ വെച്ചിട്ട് ഇനി അനന്തപുരിയും കൂടെ അവളെ കീഴടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഈ തറവാട് അറിയപ്പെടുന്നത് മുത്തശ്ശൻ്റെ പേരിലാണ്, ഇനി ഈ തറവാട് അറിയപ്പെടാൻ പോകുന്നത് അവളെ പേരിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ മോളെ, ഇനിയിപ്പോൾ അവിടെ കഴിവ് നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണോ വല്യമ്മയുടെ കൂട്ടുകാരി അവൾക്ക് അവാർഡൊക്കെ കൊടുത്തത് എന്ന് അനാമിക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അല്ല അങ്ങനെയൊന്നും അല്ല, ആ അവാർഡിനൊക്കെ ഉള്ളത് അന്നത്തെ സാഹചര്യമൊക്കെ മോൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടൊക്കെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവളാണ് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നന്ദുവിനെ ഇങ്ങനെ പറഞ്ഞു വിടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക.
ഇനിയിപ്പോൾ എവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഇവിടുന്ന് അടിച്ച് പിരിഞ്ഞ് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് നന്ദുവിനെ കൊണ്ടുവരല്ലോ. പിന്നെ കുടുംബം മൊത്തം ഇവിടെ ആയല്ലോ. അങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം വല്യമ്മ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ആക്കും എവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എന്തെന്ന് വെച്ചാൽ ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനാമിക അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ദേവേനെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എന്തായാലും എൻ്റെ മരുമകൾക്ക് ഒരിക്കലും ഒരു പ്രശ്നവും ആരുടെ ജീവിതത്തിലും അവൾ ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ അവൾക്ക് ഒരു തരത്തിലുള്ള സ്വാർത്ഥതയും ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നീ പറയണതൊക്കെ ഇനി തൽക്കാലം കേട്ടുകൊണ്ട് നിന്നല്ലേ പറ്റുള്ളൂ, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.